പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യത്തിലും ഇനി ഇടപെടുന്നില്ല, അഭിപ്രായം പറയുന്നില്ല എന്ന് വെച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ നടക്കുന്ന ഈ കോൺവെർസേഷൻസ് കാണുമ്പം എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്ത് സമാധാനത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഈ അച്ഛന്മാർ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഈ കഴിഞ്ഞ നാളുകളിൽ സുപ്രീം കോടതി വരെ കേസ് നടത്തി സഹായപക്ഷം. അന്നൊന്നും അവർക്ക് ഒരു സമാധാനവും വേണ്ടായിരുന്നു. ഇപ്പോൾ കേസ് വീണ്ടും സുപ്രീം കോടതിയും തിരിച്ച് ഹൈക്കോടതി വരികയും ഹൈക്കോടതിയിൽ ഈ കേസ് ജയിക്കത്തില്ലെന്നുള്ള ഒരു ഇതിൽ അവർ നിൽക്കുമ്പോൾ അവരിപ്പം വീണ്ടും സമാധാനമെന്നും പറഞ്ഞുകൊണ്ട് വരിക. എന്തിനാണ് നമ്മൾ ഈ മേശയ്ക്ക് ചുറ്റും ഇരിക്കാൻ പോകുന്നത്? നമ്മളിപ്പം അസോസിയേഷൻ കൂടി ഇവരുമായി സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സമുദായ നേതൃത്വം, സമുദായ മെത്രാപ്പോലീത്ത, മാനേജിങ് കമ്മിറ്റി, വൈദിക കൗൺസിൽ, ഇവരാണ് നമ്മുടെ സമുദായ നേതൃത്വം എന്ന് പറയുന്നത്. അവർ പബ്ലിക്കായിട്ട് ലൈവ് ഇട്ട്, അതുപോലെ തന്നെ ഈ മെത്രാന്മാരെ എല്ലാം വിളിച്ച് സമാധാന ചർച്ചയ്ക്കായിട്ട് നോക്കിയിരുന്നല്ലോ, വേഴാമ്പലിനെ പോലെ. അന്ന് ഇവർ വന്നില്ലല്ലോ. അന്ന് കമ്മിറ്റി കൂടി പബ്ലിക്കായിട്ട് ലൈവിൽ ജനങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി അവരാവശ്യപ്പെടാതെ നമ്മളൊരു സമാധാനത്തിനും നമ്മൾ മുന്നോട്ടിറങ്ങുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ സഹായമെത്രാന്മാർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ സമാധാനത്തിന് ചർച്ചയ്ക്ക് വരണമെന്ന്? ഇല്ലല്ലോ. അങ്ങനൊന്നും അല്ലല്ലോ അവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തിരുവല്ലയിലെ അവരുടെ മീറ്റിങ്ങിൽ വിളിച്ചു പോവിയത്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ പിന്നെയും കൊണ്ട് തല കഷത്തിനിടയെ വെക്കാനായിട്ട് നമ്മൾ പോകുന്നത്? നമ്മളിപ്പോൾ കേസെല്ലാം നടത്തി എല്ലാ കോടതികളിലും നമുക്ക് അനുകൂലമായി വിധിയും നേടിച്ച്, അല്ലെങ്കിൽ വിധിയല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഇപ്പോൾ പിന്നെയും ഓരോ ഉടായിപ്പുമായിട്ട് ഓരോരുത്തർ വരുമ്പോൾ അതിനെല്ലാം തലവെച്ച് കൊടുക്കാൻ എന്തിനാണ് ഈ പോകുന്നത്? അതിനുവേണ്ടി എന്തിനാണ് നമ്മളെല്ലാം കൂടി ഈ വാട്സാപ്പിൽ ഇരുന്നുകൊണ്ട് എഴുതുന്നത്? നിങ്ങൾക്കൊന്ന് ക്ഷമിക്കാൻ മേലെ തൽക്കാലം ഒന്ന് മിണ്ടാതിരിക്കുക എല്ലാവരും കുറച്ച് നാൾ. ഈ കേസും കെട്ടുമൊക്കെ കഴിയട്ടെ. അത് തന്നെയല്ല, 506 എന്ന് പറയുന്ന കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടക്കാല വിധി നിലനിൽക്കുന്നത് എന്താണ്? 2003 ഭരണഘടനയാണ് ഈ ഡിസ്പ്യൂട്ട് തീരുന്നിടം വരെ. ആ കേസ് തീരുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും 2003 സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്താൻ സാധിക്കുമോ അസോസിയേഷന്? പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത്? ഇപ്പോൾ സമുദായത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ചിങ്ങവനത്ത് നടന്ന വനിതാ മീറ്റിംഗ് നിങ്ങൾ കണ്ടില്ലേ? എന്തുമാത്രം ജനമാണ് അവിടെ വന്നുകൂടി. ഇനി ചിങ്ങവനത്ത് നമ്മൾ പിന്നെ ഒരു വലിയ സമ്മേളനം നടത്താൻ പോവുക. ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഇതെല്ലാം ഡീറെയിൽ ചെയ്യാൻ വേണ്ടി കുറേ അച്ഛന്മാർ, അതിനിടയിൽ കൂടെ അവർ വലിയ ഒരു സമാധാനമെന്നും പറഞ്ഞുകൊണ്ട് വരുമ്പോൾ എന്തിനാണ് ഇതിനൊക്കെ പുറകെ പോകുന്നത്? നമുക്കൊരു സമുദായ നേതൃത്വമുണ്ട്. സമുദായ മെത്രാപ്പോലീത്ത ഈ ഭദ്രാസനത്തെ നയിക്കുന്നു. അതുപോലെ മാനേജിങ് കമ്മിറ്റി ഉണ്ട്, അതുപോലെ ക്ലർജി കൗൺസിലുണ്ട്. അവർ തീരുമാനിച്ചോളും. നമ്മളെല്ലാവരും കിടന്ന് ഇത്രയും വെള്ളം വേവിക്കേണ്ട കാര്യമുണ്ടോ? അവർ തീരുമാനിക്കട്ടെ. ഇവരാവശ്യപ്പെടട്ടെ. മെത്രാന്മാർ അവരിതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. കുറച്ച് അച്ഛന്മാർ വന്നിട്ട് അതും ഇതും പറഞ്ഞ് തിരുമേനിയെ പ്രഷർ ചെയ്യാനൊന്നും ആരും നോക്കണ്ട. അതിനൊന്നും ഇനി ആരും നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ജസ്റ്റ് പ്ലീസ് ലീവ് ഇറ്റ്. ഓക്കെ, എന്നിട്ട് നമ്മുടെ കേസൊക്കെ വരട്ടെ. അതുപോലെ തന്നെ സമുദായ നേതൃത്വത്തിന് അറിയാം ഇതെങ്ങനെ കൊണ്ടുപോകണമെന്ന്. ഇപ്പം അവരും നോക്കിക്കോളും. നമ്മൾ അതിനു വേണ്ടി അവർക്ക് വേണ്ട കൈത്താങ്ങൽ കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ഈ സമുദായത്തിലെ വിഷയങ്ങൾ ശാശ്വതമായി തീരാൻ അതിനെന്താണ് പോംവഴി? ഭരണഘടന അനുസരിക്കണം, സമുദായ മെത്രാപ്പോലീത്തെ അനുസരിക്കണം സഹായ മെത്രാന്മാർ. അദ്ദേഹം കൊടുക്കുന്ന അധികാരാവകാശങ്ങൾ വെച്ച് അവർക്ക് വേണമെങ്കിൽ മേഖലയിൽ കാര്യങ്ങൾ തീരുമാനിക്കാം. അതേ ഉള്ളൂ 2003 പറഞ്ഞിട്ടുള്ളൂ. ആ കാര്യങ്ങളിലൂടെ അങ്ങ് പോയാൽ പോരെ. എന്തിനാണ് വെറുതെ പിന്നെയും തല വെച്ച് കൊടുത്ത് കഷത്തിനിടയിലോട്ട് കയറ്റി വെക്കാനായിട്ട് ഓരോരുത്തർക്ക് വെച്ച് കൊടുക്കാനാണോ നമ്മൾ പിന്നെ ഇതിനകത്തോട്ട് ഇറങ്ങാൻ ഈ ഓരോരുത്തരിരുന്നുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത്? ജസ്റ്റ് ലീവ് ഇറ്റ് പ്ലീസ്. അതുപോലെ പ്രിയമുള്ളവർ, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. കഴിഞ്ഞ ആഗോള സുന്നഹദോസ്, അതായത് നമ്മൾ ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധ സുറിയാനി സഭയുടെ ഹോളി സിനഡ് ലെബനോനിൽ വെച്ച് നടന്നു. അന്ന് അവിടെ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ക്നാനായക്കാരോട് അവരുടെ വിഷയങ്ങൾ ഒന്നുകൂടെ ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് തീരുമാനിക്കുകയും അതിന് പുതിയതായി അഭിഷിക്തനായ കാതോലിക്ക ബാവയെ ഏൽപ്പിക്കുകയും ചെയ്തു. അതനുസരിച്ച് കാതോലിക്ക ബാവ നാട്ടിൽ വന്ന് അതിനെക്കുറിച്ച് സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സമുദായ നേതൃത്വത്തെയും സഹായ മെത്രാന്മാരെയും എല്ലാം വിളിച്ച് പല റൗണ്ട് ചർച്ചകൾ നടത്തുകയും ഈവൻ സമുദായ മെത്രാപ്പോലീത്തായും സമുദായ നേതൃത്വമായിട്ടും ചർച്ച ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞ് ബാബ പറഞ്ഞത്, ഞാൻ ലെബനോന് പോകുന്നുണ്ട്, അവിടെ ചെന്ന് ഞാൻ ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം പോയത്. പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ എന്താണ്? അൺകണ്ടീഷണലായിട്ട് അപ്പോളജി എഴുതി കൊടുത്തിട്ട് സമുദായ മെത്രാപ്പോലീത്ത മാറിയിരിക്കണം. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ എവിടെ നിന്ന് വന്നതാണ്?
അതാണോ ഹോളി സിനോഡ് എടുത്ത തീരുമാനം? ഹോളി സിനോഡ് എടുത്ത തീരുമാനം കാതോലിക്ക ബാവ ഇവരുമായി രണ്ടു കൂട്ടരുമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനാണ്. പക്ഷേ ചർച്ചകൾക്ക് ശേഷം ലെബനോനിൽ പോയിട്ട് വന്ന കാതോലിക്ക ബാവ പറയുന്നു, അൺകണ്ടീഷണലായിട്ട് അപ്പോളജി എഴുതി കൊടുത്ത് സമുദായ മെത്രാപ്പോലീത്ത മാറി നിൽക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ സംഭവത്തെ ഒന്ന് വിട്ടു എന്ന് പറയുന്നു. അപ്പോൾ അത് സമുദായ സെക്രട്ടറി അസോസിയേഷനിൽ പറഞ്ഞപ്പോൾ അവിടെ അസോസിയേഷനിൽ അച്ഛന്മാരുൾപ്പെടെ പറഞ്ഞതല്ലേ അത് നടക്കത്തില്ലെന്ന്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് സമാധാനവുമായിട്ടാണ് ഇപ്പോൾ ഈ അച്ഛന്മാർ വരുന്നത്? എനിക്ക് ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് ഒരു കാര്യമേ പറയാനുള്ളൂ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ കാര്യങ്ങളിൽ ഇടപെടരുത്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പള്ളിയിലെ ജനങ്ങളെ അവരെ ആത്മീയമായ നിലവാരത്തിൽ വളർത്തുകയും അവർക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്ത് നിങ്ങളെ പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അത് സമുദായ മെത്രാപ്പോലീത്തയും അസോസിയേഷൻ എടുക്കുന്ന തീരുമാനങ്ങളെയൊക്കെ മാനിച്ചുകൊണ്ട് സമുദായത്തിലെ ജനങ്ങളുടെ ആത്മീയ ഉന്നമനത്തിനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കൂ. അല്ലാതെ ഇതുപോലുള്ള ഏതെങ്കിലും ഉടായിപ്പ് പരിപാടികളിൽ സമുദായ മെത്രാപ്പോലീത്തയെ കുപ്പിയിലാക്കാമെന്ന് വിചാരിച്ച് ആരും വരരുത്. കാരണം ഇത് വീണ്ടും നമ്മുടെ കൂട്ടത്തിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കത്തേ ഉള്ളൂ. ഓക്കെ, ഇപ്പം ദൈവം സഹായിച്ച് ഒരു പരുവത്തിന് ഈ കാര്യങ്ങളെല്ലാം പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് ഡീറെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമുദായ മെത്രാപ്പോലീത്തയായാലും സമുദായ നേതൃത്വവും അവരുണ്ട്, അവർക്കറിയാം കാര്യങ്ങൾ നടത്താൻ. തിരുമേനിയാണെങ്കിലും പല കാര്യത്തിലും സ്റ്റേണായിട്ട് നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അച്ഛന്മാരൊന്നും തിരുമേനി ഉപദേശിക്കേണ്ട, തിരുമേനി പറയുന്ന അച്ഛന്മാർ കേട്ടാൽ മതി. അതുപോലെ തന്നെ സമുദായ നേതൃത്വമുണ്ട്. സമുദായ നേതൃത്വം എന്ന് പറയുമ്പോൾ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ പള്ളി പ്രതിപുരുഷന്മാരുടെ തിരഞ്ഞെടുക്കപ്പെട്ട ബോഡിയാണ്. അതിൽ നിന്ന് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് സമുദായ നേതൃത്വത്തെ, അതായത് മാനേജിങ് കമ്മിറ്റി, സമുദായ ട്രസ്റ്റി, സെക്രട്ടറി ഉൾപ്പെടുന്നതായ എല്ലാവരും. ഇതെല്ലാം അതുപോലെ തന്നെ വൈദിക കൗൺസിലുണ്ട്. അതൊക്കെ മെത്രാപ്പോലീത്തായ ഭരണകാര്യത്തിൽ സഹായിക്കാനുള്ള ബോഡീസാണ്. അവരെല്ലാം കൂടെ ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചോളും. നമ്മളെല്ലാവരും കൂടി ഇതിനിടയ്ക്കിരുന്നുകൊണ്ട് പല അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞ് സമുദായ നേതൃത്വത്തെയും കുറ്റപ്പെടുത്തി ഇങ്ങനെയൊന്നും പോകേണ്ട കാര്യമില്ല. അവർ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കുന്നത്. അവർക്ക് വേണ്ട കൈത്താങ്ങൽ കൊടുത്ത് നമ്മൾ സമുദായ മെത്രാപ്പോലീത്തയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് ഈ സമുദായത്തെ നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും നമ്മളിരുന്ന് പ്രാർത്ഥിക്കുകയും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഓരോ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇരുന്നുകൊണ്ട് നമ്മൾ പലരെയും കുറ്റപ്പെടുത്തുകയും ഇതൊന്നും അത്ര നല്ല പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നമ്മൾ ഇതിലൊക്കെ ഒന്ന് ക്വയറ്റാകുക, കുറച്ച് നാളത്തേന്. ഓക്കെ, എല്ലാവരും ഒന്ന് ക്വയറ്റായിട്ടിരിക്കുക, പ്രാർത്ഥനയോടെ ഇരിക്കുക. നമ്മുടെ കേസൊക്കെ സമുദായ മെത്രാപ്പോലീത്തയ്ക്ക് അനുകൂലമായിട്ട് വരാനും അങ്ങനെ സമുദായത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാനും ഒക്കെ ആയിട്ടുള്ളതായ കാര്യങ്ങൾക്ക് വേണം. തീർച്ചയായിട്ടും സഹായ മെത്രാന്മാർക്ക് അവരെ ഏൽപ്പിക്കുന്ന മേഖലകളുണ്ടെങ്കിൽ, ഇപ്പോൾ മേഖലയെല്ലാം പിരിച്ചു വിട്ടിരിക്കുകയല്ലേ, ഇനി അത് എന്തെങ്കിലും ആട്ടെ, മേഖലകളുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ കൊടുക്കണമെങ്കിൽ അവർ സമുദായ നേതൃത്വത്തെ അനുസരിക്കാൻ തയ്യാറാകണം. എന്ന് പറഞ്ഞാൽ അവർ സമുദായ മെത്രാപ്പോലീത്തയെ അനുസരിക്കാനും സമുദായത്തിൻ്റെ ഭരണഘടന അനുസരിക്കാനും തയ്യാറാകണ്ടേ? അല്ലാതെ എന്ത് സമാധാനമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഇവർ ഒരു കാര്യത്തിലും സമാധാനം ഞാൻ കണ്ടില്ല. കഴിഞ്ഞ ദിവസം തിരുവല്ലായിൽ നടന്ന ആ സമ്മേളനത്തിൻ്റെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും എന്താണ് ഇവരാണോ ഇപ്പോൾ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? ഇത് കാണുന്ന അച്ഛന്മാർക്ക് ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാകുന്നില്ലേ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം? കുറേ നാളായല്ലോ എല്ലാവരും കൂടി ഈ സമാധാനം എന്നും പറഞ്ഞ് പല രീതിയിൽ ശ്രമിക്കുന്നു. എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കേസിൻ്റെ വഴിക്കും അതുപോലെ തന്നെ ഭരണഘടനാപരമായിട്ട് അസോസിയേഷനൊക്കെ എടുക്കുന്ന തീരുമാനങ്ങളിലൂടെ പോയാൽ മതി എന്ന് വിചാരിക്കണം. അതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എല്ലാവരും ഒന്ന് ക്വയറ്റാകുക. നമ്മൾ ഈ സമുദായത്തിന് സമുദായ മെത്രാപ്പോലീത്തയ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ഇനിയും പറയുന്നതായിരിക്കത്തില്ല. താങ്ക് യു.